നമസ്കാരം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സംഘടന തന്നെയാണ്. ഇന്ന് ധാരാളം സംഘടനകളുണ്ട്. കാര്യമൊക്കെ ശരി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് മുമ്പ്, അതായത് ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിന്റെ പ്രസക്തി ഉണ്ടായിരുന്നു. അതിനിപ്പോഴും പ്രസക്തിയുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ചില കടൽക്കടന്മാരുടെ ഇടപെടലുകൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കാൽക്കീഴിലേക്ക് അമർന്നത് കൊണ്ടോ കോൺഗ്രസിന് അപജയം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ CPM-ന്റെ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ചിരുന്ന അധികാര രാഷ്ട്രീയം കൈയാളിക്കൊണ്ടിരുന്ന CPM ഇന്ന് കേരളത്തിലേക്ക് മാത്രമായി ചുരുക്കപ്പെട്ടതുപോലെ കോൺഗ്രസും ഒരുപക്ഷെ മാറിപ്പോകുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യയിലെ ഏതൊരു പൊളിറ്റിക്കൽ ലീഡറോട് അല്ലെങ്കിൽ തങ്ങളുടെ ഏതൊരു നേതാവിനോടും പെരുമാറിയതുപോലെയല്ല രാഹുൽ മാങ്കൂട്ടത്തോട് പെരുമാറുന്നത് എന്ന് ഓരോ കാര്യങ്ങൾ ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കോടതി രാഹുൽ മാങ്കൂട്ടത്തോട് കാണിക്കുന്ന കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ അത് നീട്ടിവെച്ചേക്കണം വീണ്ടും. കാരണം അതിനൊക്കെ അത്ര പ്രയോറിറ്റി മാത്രമേ ഉള്ളൂ, കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് കോടതിക്ക് അറിയാം. അതായത് കോടതി കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് നീതി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. കാരണം ഇത് കേവലം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണ് എന്ന് കോടതിക്ക് പ്രഥമ ദൃഷ്ടിയെ ബോധ്യപ്പെട്ട് കാണും എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ മാറ്റി വെക്കുന്നത്. കാരണം അതിനേക്കാളും പ്രധാനപ്പെട്ട പല കേസുകളുമുണ്ട്. ആ കേസുകളൊക്കെ കഴിഞ്ഞിട്ട് സൗകര്യവും സമയവും ഒത്തിട്ട് ഇതെടുത്താൽ മതി എന്നാ പറയുന്നേ. ഇവിടെ CPM-ന്റെയോ പിണറായിയുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലോ ആ ഒരു ദാർഢ്യത്തിനോ അല്ലെങ്കിൽ ഉത്തരവിനോ കാതു കൊടുക്കേണ്ട ഒരു ആവശ്യം കോടതിക്കില്ല എന്നുകൂടി ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകൾ രാഷ്ട്രപ്രേരിതമാകുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ചുറ്റിനൊന്ന് നോക്കിയാൽ മതി. എത്ര കേസുകളാണ് ഓരോ ദിവസവും പീഡന കേസുകളും മറ്റു കേസുകളും ഉണ്ടാകുന്നത്. ആ കേസുകൾക്കൊക്കെ പിന്നാലെ ഇവിടുത്തെ CPM നേതൃത്വമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ പോകുന്നുണ്ടോ? അതിലെ പ്രതികളെ ക്രൂശിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇരകൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് എത്ര സ്ഥലത്ത് പോകുന്നുണ്ട്, എത്ര പേർക്ക് പേരിൽ പോകുന്നുണ്ട്, എത്ര പീഡന കേസുകളുണ്ട് ഇവിടെ കോടതിയിൽ നടക്കുന്ന കേസുകൾ, എത്ര പേർ മുങ്ങി നടക്കുന്നുണ്ട്. അവരെയൊക്കെ പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ വളഞ്ഞിട്ട് വിലങ്ങ് വെച്ചുകൊണ്ട് പ്രദർശിപ്പിക്കാൻ വേണ്ടി ഈ പാർട്ടി നേതൃത്വം എത്ര പോലീസുകാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്? അങ്ങനെയൊന്നുമില്ലല്ലോ. ഇവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം ശക്തനായ ഒരു എതിരാളിയായിട്ടുള്ള പിണറായി വിജയനെ ശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ പട്ടാളത്തെ ഇറക്കിയിരിക്കുന്നത്. പട്ടാളം എന്ന് പറയുന്നത് പട്ടാളത്തെ ഇറക്കിയെന്നല്ല, പോലീസ് സേനയെ പട്ടാളമാക്കി അങ്ങോട്ട് ഇറക്കി വിട്ടത്. എന്നാൽ അതേ ശുഷ്കാന്തി മറ്റു പീഡന കേസിലെ പ്രതികളെ പിടിക്കാനില്ല. അപ്പൊ ഇവിടെ പീഡന കേസിലെ പ്രതികളെ പിടിക്കുക എന്നുള്ളതല്ല വിഷയം, രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പീഡന പരാതികൾ കേവലം പീഡന പരാതികളല്ല, അതിനപ്പുറം രാഷ്ട്രീയ പ്രേരിതമായ അല്ലെങ്കിൽ രാഷ്ട്രീയം കൂടി ഇടപെട്ടിട്ടുള്ള കളികളാണ് എന്ന് പൊതുജനത്തിന് മനസ്സിലാകുന്നത്. ഈ ഒരു ഒറ്റ തിരിച്ചറിവ് കൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ ജനവും രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം നിൽക്കുന്നത്. വളരെ ചെറിയ രാഷ്ട്രീയ വിരോധം തലയ്ക്ക് പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധികളായിട്ടുള്ള മറ്റു ചിലർ, അവർ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ടുള്ളവരുടെ കാഴ്ചപ്പാട്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്തരത്തിലുള്ള കാഴ്ചപ്പാടോ ആ വിയോജിപ്പോ ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പുറത്ത് വലിയൊരു ജനവിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് നിൽക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഇവിടെ നമ്മൾ കോൺഗ്രസിന്റെ നിലപാടൊന്ന് നോക്കണം. ഇതുവരെ ഇന്ത്യൻ ന്യായ വ്യവസ്ഥയെ പരിശോധിച്ചു കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഏതൊരു പ്രതിയോടും വിചാരണ വേളയിലും മറ്റും അയാൾക്ക് പറയാനുള്ളത് പറയാൻ അനുവദിക്കാറുണ്ട്. ഇനി അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് അവരുടെ ആഗ്രഹം എന്താണ്, അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ച് അതൊക്കെ നടപ്പിലാക്കി കൊടുക്കാറുണ്ട്. ഇതൊക്കെ ചെയ്യാറില്ലേ? എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ത്യൻ പൗരനല്ലേ, ഇന്ത്യയിൽ ജീവിക്കുന്ന ആളല്ലേ? എന്തേ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതൊന്നും ലഭിക്കുന്നില്ല? ഞാൻ പറയുന്നത് കോൺഗ്രസ് സംഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. കോൺഗ്രസ് എന്ന സംഘടന പെട്ടെന്ന് കുറ്റം തെളിയിച്ചു എന്ന് കരുതി അങ്ങോട്ട് ശിക്ഷ വിധിച്ച് പുറത്തേക്കിട്ടപ്പോ എന്തേ രാഹുലെ നിനക്കെന്താണ് പറയാനുള്ളത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ. അത് മാത്രമല്ല, തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹം വഹിച്ചിരുന്ന ആ സ്ഥാനം പിടിച്ചെടുക്കുകയും പിന്നീട് അതിനുശേഷം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിലും ഇത്രയൊക്കെ കാര്യങ്ങൾ നിയമപരമായി എന്ന് അവർ അവകാശപ്പെടുന്ന വിധത്തിൽ ചെയ്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നോട്ടീസോ ഒരു അറിയിപ്പോ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്കെതിരെ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി നടപടികൾ എടുത്തിട്ടുണ്ട് കിട്ടോ എന്നൊരു സൂചന പോലും ഇതുവരെ കൊടുത്തിട്ടില്ല എന്നതാണ് വസ്തുത. അതായത് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുവരെ പുറത്താക്കിയതായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി എടുത്തതായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരുവിധ അറിയിപ്പും കൊടുത്തിട്ടില്ല എന്ന്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നടപടി കോൺഗ്രസ് നേതൃത്വം എടുക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പടവട്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനത്തിലേക്ക് എത്തുന്നത്. അറിയാമല്ലോ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിളിക്കാൻ ധൈര്യമുള്ള ഒരേ ഒരു കോൺഗ്രസ് നേതാവ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ അടച്ചിട്ടും ആ സൗകര്യത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു യുവാവ് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നറിയാത്ത ഏത് രാഷ്ട്രീയ പ്രതിയോഗികളാണുള്ളത്?
അപ്പോൾ സ്വാഭാവികമായും അവർ കെണിയൊരുക്കുമെന്നും ഇത്തരക്കാരെ അവർ കൂട്ടിലടയ്ക്കാൻ ശ്രമിക്കുമെന്നും അറിയാത്ത നേതൃത്വമാണോ ഇവിടെ കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത്? ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ആ വാക്കുകൾ പ്രസക്തമാകുന്നത്. അദ്ദേഹം പറഞ്ഞെന്താണ്? ഇന്ത്യൻ നിയമവ്യവസ്ഥിതി വിട്ട്, അതായത് ഇന്ത്യൻ നിയമത്തെ ധിക്കരിക്കുന്ന യാതൊരു പ്രവൃത്തിയും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന്. അതായത് കോടതിയിൽ നിങ്ങൾ കേസ് കൊണ്ടങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ഞാൻ പ്രതിയായി ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കുള്ള യാതൊരു കുറ്റകൃത്യവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് വളരെ അസംതൃപ്തമായി പറയുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരന് യാതൊരു വാക്കുപോലും പറയാതെ, അല്ലെങ്കിൽ ഒരു വാക്കുപോലും അദ്ദേഹത്തിന്റെ കേൾക്കാതെ ഇദ്ദേഹത്തെ പുറംചാട്ടക്കടിക്കാൻ ശ്രമിക്കുന്നത്? അതിന്റെ പിന്നിൽ കടൽക്കഴുകന്മാരുടെ ഹിഡൻ അജണ്ടകളുണ്ട്. അതായത് CPM നേതൃത്വം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തി കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം എടുത്ത് ചാടുന്നുണ്ടോ? പ്രത്യേകിച്ച് VD സതീശനെ പോലെയുള്ള അല്ലെങ്കിൽ ആ വശത്തുള്ള ആൾക്കാർ ചാടുന്നുണ്ടോ എന്ന് സംശയിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ തീരുമാനങ്ങൾ ഇതിനു മുമ്പ് വരണ്ടേ? പാലക്കാട്ടത്തെ കഥ നമുക്കറിയാലോ. ഷാഫി പറമ്പിൽ എങ്ങനെയാണ് വിജയിച്ചത് എന്ന് MLA ആയി വന്നത് എന്ന്. അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പോയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ ഷാഫി പറമ്പിൽ നേടിയിട്ടുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നത്. എന്തുകൊണ്ടാണ്? രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരന്റെ ആ ഒരു ശൂരത്വം, ആ ഒരു വീര്യം, ഇതുപോലുള്ള ചെറുപ്പക്കാർ ഇവിടെ വേണം എന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം അതൊക്കെ തന്നെയാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എവിടെയും ആരെയും ധിക്കരിച്ചതായിട്ട് കാണില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ കോൺഗ്രസിന്റെ ഒരു നേതൃത്വത്തെയും അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതിനെ ധിക്കരിക്കുകയോ അതിനെ എതിർത്ത് പോവുകയോ ചെയ്തിട്ടില്ല. തികച്ചും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനമായി തുടരുമ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തകനെയാണ് യാതൊരു അച്ചടക്കവും ഇല്ലാതെ, പാർട്ടിയുടെ യാതൊരു നിയമമോ മറ്റോ പരിശോധിക്കാതെ ഏകപക്ഷീയമായി ഒരു നിലപാടെടുത്തുകൊണ്ട് പുറത്താക്കുന്നത്. അതിൽ ഹിഡൻ അജണ്ട CPM-നുള്ളതുപോലെ കോൺഗ്രസിനും അല്ലെങ്കിൽ കോൺഗ്രസിലെ ചില നേതാക്കൾക്കും ഉണ്ട് എന്ന് കരുതേണ്ടി വരും. സത്യത്തിൽ ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇരിക്കുന്ന ഏത് നേതാവിനാണ് രാഹുലിന് നേരെ വിരൽ ചൂണ്ടാൻ പറ്റുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തിന്റെ പ്രാന്തപ്രദേശമായിട്ടുള്ള ഒരു സ്ഥലത്ത്, അതായത് ഒരു ഉൾപ്രദേശത്ത്, ഒരു കോൺഗ്രസിന്റെ സമ്മതിതനായ അന്നത്തെ ഒരു നേതാവിനെ ഒരു വനിതാ പ്രവർത്തകയോടൊപ്പം പിടിച്ചത് അവിടുത്തെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കളാണ്. പക്ഷെ ആളെ തിരിച്ചറിഞ്ഞപ്പോൾ അവർ മറ്റു ചിലർ ആ പ്രശ്നം ഏറ്റെടുത്തു. കാരണം മറ്റുള്ളവർ കണ്ടിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് പെണ്ണുപിടി കേസിൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആളെ ചുറ്റും കൂടിയപ്പോൾ പിടിച്ചവർ സ്വന്തം പാർട്ടിക്കാരായിരുന്നു. അവർ മുങ്ങി, മറ്റുള്ളവർ ഏറ്റെടുത്തു. അത് പിന്നെ എങ്ങനെയായെന്ന് നമുക്കറിയാലോ. ഇന്നത്തെ സാഹചര്യമല്ല അന്ന് അതൊക്കെ ശരിക്കും പെണ്ണ് കേസാണ്, ഇമ്മോറൽ ട്രാഫിക്കാണ്, കേസെടുത്ത് അകത്താക്കേണ്ടതാണ്. അത്തരത്തിൽ അന്ന് തന്നെ കളിച്ചിട്ടുള്ളവരാണ് ഇന്ന് കസേരയിൽ ഞെളിഞ്ഞിരുന്നുകൊണ്ട് രാഹുലിനെതിരെ വിരൽ ചൂണ്ടുന്നത് എന്നത് വിരോധാഭാസമാണ്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ ഒഴിവാക്കിക്കൊണ്ട് ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോയാൽ അത് കോൺഗ്രസിന്റെ ശവമടക്കിന് തുടക്കം കുറിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തെറ്റും ചെയ്ത വ്യക്തിയല്ല, ഈ രീതിയിൽ അവഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയുമല്ല. അത് മാത്രമല്ല, ഇന്ന് കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിനേക്കാളും ഏത് പ്രതിനിധിയേക്കാളും ആരെക്കാളും ഏറ്റവും കൂടുതൽ ജനസമ്മിതി രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അത് മറ്റാരെക്കാളും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ പ്രതിസന്ധി വരുമ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇത്രയധികം ജനങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾ നോക്ക്, വരുന്ന യൂട്യൂബ് ചാനലോ ഫേസ്ബുക്കിലോ വരുന്ന രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പറയുന്ന വീഡിയോകളുടെ താഴെ നോക്ക്, അതിൽ വരുന്ന കമന്റുകൾ എന്താണെന്നുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, ഇവിടുത്തെ പൗരന്മാരുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്ന ലൈക്കുകൾ എത്രയാണ്? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് പടിയിറക്കപ്പെട്ട വെറും MLA ആയി, സ്വതന്ത്ര MLA ആയി തുടരുന്ന ഒരു പാർട്ടിയിൽ അംഗത്വമില്ലാത്ത ഒരു സാധാരണ ഒരു പ്രവർത്തകൻ രാഹുൽ മാങ്കൂട്ടം, അദ്ദേഹം ഇടുന്ന ഒരു പോസ്റ്റിന് താഴ്ന്നു വരുന്ന ലൈക്ക് എത്രയാണ്? അതായത് എത്രത്തോളം ജനപിന്തുണ സോഷ്യൽ മീഡിയയിൽ ഇന്റർനെറ്റ് ലോകത്ത് ഉണ്ട് എന്ന് അത് നോക്കുമ്പോൾ മനസ്സിലാവില്ലേ? ഇവിടെ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെ കേസിന്റെ പേരിൽ ഒതുക്കി മൂലക്കിരുത്താൻ ശ്രമിച്ചപ്പോൾ തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള ഒരു അടി തനിക്ക് കിട്ടും അല്ലെങ്കിൽ കിട്ടി എന്ന് പ്രതീക്ഷിക്കാതെ, അതിൽ സഹിക്കാതെ വീടടച്ചിരുന്ന ആ രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത് നമ്മൾ മറന്നുപോകരുത്. എന്നാൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമസഭയിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ മറക്കുകയും അരുത്. കാരണം അദ്ദേഹത്തിന് അറിയാം, ഇപ്പോൾ നിയമസഭയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും തനിക്ക് നിയമസഭ കാണാൻ പറ്റില്ല, ഇനി ഒരിക്കലും തനിക്ക് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് തലയുയർത്തി നടക്കാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിലെ കടൽക്കഴുകന്മാരെ ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹം നിയമസഭയിൽ എത്തിയത് നമ്മൾ കണ്ടു. ആ അവസ്ഥയാണ് പാലക്കാട് ഇനി ആവർത്തിക്കാൻ പോകുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെങ്കിലും മത്സരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇനി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ എവിടെയും മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇവർ തന്നെ ഒരുക്കും. അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ
രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ CPM എന്ന പോലെ കോൺഗ്രസും കൂടി ഒരുമിച്ച് ശ്രമിക്കുന്നു എന്ന് മറ്റാർക്കറിയില്ല എന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടം ആ സമയത്ത് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ശ്രമിച്ചാൽ, അദ്ദേഹം എവിടെയെങ്കിലും സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ അതോടെ കളം മാറും, കഥ മാറും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം അത് അറിഞ്ഞുകൊണ്ട് തന്നെ കണ്ടറിഞ്ഞ് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ അപകടം പതിയിരിക്കുന്നതിന്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ CPM എന്ന ഒരു പാർട്ടി, ഇന്ത്യ നിറഞ്ഞു നിന്നിരുന്ന ഒരു പാർട്ടി, ഇന്ന് കേരളത്തിന്റെ മൂലയ്ക്ക് ഒതുങ്ങി, നമ്മുടെ ഈ കേരളത്തിൽ എന്ന് പറയുന്ന 3.5 കോടി ജനങ്ങൾ ഇട്ടാവട്ടത്തിൽ ഒതുങ്ങി ഭരണചക്രം തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ താഴെ ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് നേതൃത്വം ചെന്നെത്തും. അതിനുള്ള തുടക്കം മാത്രമായിരിക്കും രാഹുൽ മാങ്കൂട്ടം എന്ന് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നല്ലത്. Different angles. Don't forget to subscribe and support this channel.